അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. വലിയ മഹത്വം നിറഞ്ഞ ദിവസങ്ങളാണ്, രാവുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണം. വെള്ളിയാഴ്ച എത്തിയാൽ അത് അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മൻ സ്വല്ല അലയ്യ യൗമൽ ജുമുഅത്തി വലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവും 100 മറ, 100, ചുരുങ്ങിയത് 100 സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ ഖുളിയല്ലാഹു തആല 100 ഹാജ, അവന്റെ 100 ആവശ്യങ്ങൾ അല്ലാഹു പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും. 70 മിൻ ഹവായിജിൽ ആഖിറ, അതിൽ 70 ആവശ്യങ്ങൾ ആഖിറത്തിന്റെ ആവശ്യങ്ങളാണ്. കാരണം കൂടുതലും ആവശ്യങ്ങൾ നമുക്കുള്ളത് മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലാണ്. വസലാസീന മിൻ ഹവായിജി ദുനിയ, 100ൽ 30 ആവശ്യങ്ങൾ, ദുനിയാവിലെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. നമുക്കറിയുന്ന ധാരാളം സ്വലാത്തുകളുണ്ട്. വെള്ളിയാഴ്ച രാവ് ചൊല്ലിയാൽ വലിയ ഫലം കിട്ടുന്ന, വലിയ പ്രതിഫലമുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള ഒരുപാട് സ്വലാത്തുകൾ, സ്വലാത്തിന്റെ സീഗകൾ നമുക്കറിയാം. ഇന്ന് നിങ്ങൾക്ക് ചെറിയ ഒരു സ്വലാത്ത് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമുക്കൊക്കെയും അറിയുന്ന സ്വലാത്താണെങ്കിലും അതിൻ്റെ മഹത്വം എന്താണ്, വെള്ളിയാഴ്ച രാവ് ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അധിക ആളുകളും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് ആ സ്വലാത്തിനെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. ചെറിയൊരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്തിനെ സംബന്ധിച്ച് മഹാനായ സുയൂത്തി തങ്ങൾ പറഞ്ഞത്, ഖാലൽ ഇമാമു സുയൂത്തി, മഹാനായ സുയൂത്തി ഇമാം പറഞ്ഞത്, മൻ ലാസമ അലൈഹാ കുല്ല ലൈലത്തിൻ ജുമുഅ വലൗ മറത്തൻ വാഹിദ, ഈ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച രാവും, കുല്ല ജുമുഅത്തിൻ കുല്ല ലൈലത്തിൻ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച രാവും വലൗ മറത്തൻ വാഹിദ, ഒറ്റ തവണയെങ്കിലും ചൊല്ലണം. ഒറ്റ തവണയെങ്കിലും ആരെങ്കിലും ചൊല്ലിയാൽ ലം യുൽഹിദു ഫീ ഖബ്രിഹി ഇല്ല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ മയ്യിത്ത്, അവൻ മരിച്ച് മയ്യിത്ത് ഖബറിൽ വെക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും. റസൂലുള്ളാഹ് താങ്ങിപ്പിടിച്ചായിരിക്കും അവന്റെ മയ്യിത്തിനെ ഖബറിലേക്ക് വെക്കുന്നത്. എത്ര വലിയ മഹത്വമാണ്, എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ചുരുങ്ങിയത് ഈ സ്വലാത്ത് ഒരു വട്ടമെങ്കിലും നാം ചൊല്ലിയിരിക്കണം വെള്ളിയാഴ്ച രാവ്. ഇത് വലിയ ഫായതയുള്ള, വലിയ മഹത്വം നിറഞ്ഞ ഒരു സ്വലാത്താണ്. മഹാനായ സയ്യിദ് അഹ്മദ് ദഹ്ലാൻ വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ മജ്മുഅത്തിൽ അദ്ദേഹം പറഞ്ഞത്, വദുക്കിറ കസീറു മിനൽ ആരിഫീൻ, അതുപോലെ തന്നെ ഒരുപാട് ആരിഫീങ്ങളും പറഞ്ഞിട്ടുണ്ട്, അന്നമൻ ദാവമ അലൈഹാ ലൈലത്തുൽ ജുമുഅത്തി വലൗ മറത്തൻ വാഹിദ, ചുരുങ്ങിയത് ഒറ്റ തവണയെങ്കിലും ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവ് ആരെങ്കിലും പതിവാക്കിയാൽ യൻകശിഫു ലിറൂഹിഹി മിസാലു റൂഹിൻ നബിയ്യി ഇൻദൽ മൗത്ത്, മരണസമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് സാന്നിധ്യം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള വലിയ ഭാഗ്യമുണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വഇൻദ ദുഖൂലിൽ ഖബ്രി, അതുപോലെ തന്നെ മയ്യിത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയം റസൂലുള്ളാഹിന്റെ റൂഹ് ഉണ്ടാകും. അത്തായറ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദി യുൽഹിദുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താങ്ങിപ്പിടിച്ചായിരിക്കും അവന്റെ മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്നത്. ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലാൻ നാം മറന്നു പോകരുത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഖാല ബഅദുൽ ആരിഫീൻ, ചില
ആരിഫീങ്ങൾ പറഞ്ഞു വയംബഗി അത്യാവശ്യമാണ്, നിർബന്ധമാണ്, ലിമൻ ദാവമ അലൈഹാ യഖറഅഹ കുല്ല ലൈലത്തിൻ, ഈ സ്വലാത്ത് എല്ലാ രാത്രിയിലും എല്ലാ രാവും 10 മറ 10 വട്ടം ഈ സ്വലാത്ത് ചൊല്ലണം. വലൈലത്തിൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ് എത്തിയാൽ, വെള്ളിയാഴ്ച രാത്രി എത്തിയാൽ 100 മറ 100 വട്ടം ചൊല്ലിയാൽ ഹത്താ യഫുദ ബിഹാദൽ ഫളിൽ, ഈ പറഞ്ഞ നേട്ടങ്ങൾ, ഈ പറഞ്ഞ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ ലഭിക്കും. അപ്പൊ ഈ സ്വലാത്ത് ചൊല്ലാൻ വലിയ ഫളിലുള്ള, വലിയ ഫായിദയുള്ള, വലിയ മഹത്വം നിറഞ്ഞ ഒരു സ്വലാത്താണ്. മൻ അലൈഹി ഹാജത്തുൻ മിൻ അംരിഹി ഔ ദുനിയ, ഒരാൾക്ക് ദീനിന്റെ കാര്യത്തിൽ ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ദുനിയാവിൽ ഒരു ആവശ്യമുണ്ട്, ഫൽയുക്സിർ സ്വലാത്ത് അലയ്യ, അവൻ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചു കൊള്ളട്ടെ. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. വിഷമങ്ങൾ നീങ്ങാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, കടം മാറാൻ, ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ, മക്കളുണ്ടാകാൻ, വീടുണ്ടാകാൻ, അതേപോലെ തന്നെ വെള്ളം ലഭിക്കാൻ, ബിസിനസ് കച്ചവടങ്ങളിൽ ബർക്കത്ത് ലഭിക്കാൻ, എന്തെല്ലാം കാര്യങ്ങൾ, വലിയ വലിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഒക്കെയും രക്ഷപ്പെടാൻ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. സ്വലാത്തിന്റെ സീഗകൾ ഒരുപാട് നമുക്കറിയുന്ന സ്വലാത്തുകളുണ്ട്. അതൊക്കെയും നാം ചൊല്ലണം, എല്ലാ ദിവസവും ചൊല്ലണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലും എത്തിയാൽ ഒന്നുകൂടി സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. സ്വലാത്ത് ചൊല്ലുന്നവരുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം ഉണ്ടാകൂല, ദാരിദ്ര്യം കടന്നു വരൂല, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകൂല, വീട്ടിൽ സമാധാനമുണ്ടാകും, റാഹത്തുണ്ടാകും, സന്തോഷമുണ്ടാകും. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. നല്ല ദിവസങ്ങളാണ്, നല്ല സമയങ്ങളാണ്, നല്ല രാവുകളാണ്, നല്ല മാസത്തിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയത്. ഈ മഹത്തായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഹത്തായ രാവിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഹത്തായ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് പാവികളായ സാധുക്കളായ നമ്മെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും, രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും കൂട്ടുകാരിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്, രോഗികളാണ്, ഹോസ്പിറ്റലുണ്ട്, കൊറോണ അടക്കമുള്ള വലിയ രോഗം കൊണ്ട് പ്രയാസത്തിലായ ഒരുപാട് ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കൊറോണ അടക്കമുള്ള മാരകമായ വൈറസുകളിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാർ, ജ്യേഷ്ഠ അനുജന്മാർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, സഹായിച്ചവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, എല്ലാ ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കാലം അള്ളാഹുവിൻ്റെ ത്വഅത്തിലായി ദീർഘ ആയുസ്സും ആഫിയത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.